ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടന്ന വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ സന്നദ്ധമാണ്. ധാതു കരാർ ഒപ്പിടാൻ തയ്യാറെന്നും സെലൻസ്കി വ്യക്തമാക്കി. വിവരങ്ങളുമായി അനുപമ ശ്രീദേവിയാണ് ചേരുന്നത്. അനുപമ, കഴിഞ്ഞ ദിവസം ട്രംപ് വലിയ തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉയർത്തിയിരുന്നു ഇപ്പോൾ യുക്രൈനെതിരെ. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സെലൻസ്കി ഒരു ക്ഷമാപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. എന്താണ് പറയുന്നത്? തീർച്ചയായും സ്വാതി, ഒരു കീഴടങ്ങൽ എന്ന് തന്നെ പറയേണ്ട തരത്തിലുള്ള ഒരു ക്ഷമാപണമാണ് ഇപ്പൊ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ ഇരുന്നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കിടെയുണ്ടായ ഒരു ഏറ്റുമുട്ടൽ വരെ എത്തിയ ഒരു വാഗ്വാദങ്ങൾ ആണ് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ യുക്രൈന്റെ ഭാവി തന്നെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്ന തീരുമാനത്തിലേക്കാണ് ട്രംപ് എത്തിയത്. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് എക്സിൽ പങ്കുവച്ച ഒരു ട്വീറ്റില് ഇങ്ങനെ വെള്ളിയാഴ്ച ഉണ്ടായത്. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് ഒരു ഖേദകരമായിട്ടുള്ള സംഭവങ്ങളാണ്. പ്രതീക്ഷിച്ച പോലെ എല്ലാ ചർച്ചകളും മുന്നോട്ട് പോയത് എന്നും ഈ പോസ്റ്റിൽ സെലൻസ്കി പറയുന്നു. അത് മാത്രമല്ല, ഈ ട്രംപ് എന്താണോ ആ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടത് അതുപോലെ ഒരു നന്ദി പ്രകടനവും നൽകിയിരിക്കുകയാണ് ഇപ്പൊ സെലൻസ്കി. ഈ പോസ്റ്റിൽ പറയുന്നതനുസരിച്ച് അമേരിക്ക ഇതുവരെ യുക്രൈനായി നൽകിയ സഹായങ്ങളെല്ലാം വിലമതിക്കാനാവാത്തതാണ്. അതിനുള്ള നന്ദി യുക്രൈൻ എല്ലാ കാലത്തും ഉണ്ടാകും. ആ ഒരു നന്ദി പ്രകടനം ഈ പോസ്റ്റിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ട്രംപിന്റെ നേതൃപാടവത്തിന്റെ ഭാഗമായി ആ നേതൃപാടവത്തിൽ ഒരു സമാധാനത്തിലേക്ക് എത്താത്ത ശ്രമങ്ങൾ ആരംഭിക്കാൻ യുക്രൈൻ സന്നദ്ധമാണ്. സെലൻസ്കിയും താനും തന്റെ ടീമും അങ്ങനെ ഒരു ശ്രമത്തിന് സന്നദ്ധമാണ് എന്നൊരു വിവരം പങ്കുവച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയായിരുന്നു ഈ അമേരിക്കയിൽ നിന്ന് സുരക്ഷാ ഗ്യാരണ്ടികൾ ഉറപ്പിക്കാനുള്ള നിർണായകമായിട്ടുള്ള ധാതു കരാർ ഒപ്പിടേണ്ടിയിരുന്നത്. ഈ ഒരു വാഗ്വാദത്തെ തുടർന്ന് ഇതൊപ്പാതെയാണ് ഇരു നേതാക്കൾ പിരിഞ്ഞത്. ഈ ഒരു കരാറിന് ഇപ്പോഴും യുക്രൈൻ സന്നദ്ധമാണ്. ഈ ഒരു കരാർ ഒപ്പുവെക്കാനും അതുവഴി സമാധാനത്തിലേക്കുള്ള ആദ്യപടി എന്ന നിലയിൽ മുന്നേറാനും യുക്രൈൻ സന്നദ്ധമാണെന്ന് സെലൻസ്കി ഈ പോസ്റ്റിൽ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാവുന്നതുപോലെ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ട് യുക്രൈനിലെ സഹായങ്ങളെല്ലാം ട്രംപ് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഈ ഒരു നിർത്തിവെക്കലിനെ കുറിച്ച് ഈ ഒരു പോസ്റ്റിൽ ഒരു പരാമർശമില്ല. ഇങ്ങനെ ഒരു പരാമർശമില്ലാതെയാണ് ഈ പോസ്റ്റ് നൽകിയിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ഏറ്റുമുട്ടലിന് ശേഷം ഉണ്ടായ ഒരു ആഗോളതലത്തിലുണ്ടായ ഒരു വലിയ ചർച്ചയായിരുന്നു ഈ ഒരു ഏറ്റുമുട്ടലിൽ സെലൻസ്കി മാപ്പ് പറയുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവസാനിക്കുകയാണ്. ശരി അനുപമ, ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടന്ന വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. ഒരു മാപ്പ് അല്ലെങ്കിൽ മാപ്പ് അപേക്ഷയിലേക്ക് അല്ലെങ്കിൽ കീഴടങ്ങലിലേക്ക് സെലൻസ്കി നീങ്ങുന്നു എന്നുള്ളതാണ് വിവരം.